ഹലോ ഗൈസ്, നമ്മുടെ സിറ്റിയിലേക്ക് ടോയ്ലറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇതാക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇതിനൊന്നും ഈ സിറ്റിയിൽ നിന്ന് മാറ്റാൻ നമുക്കിത് വിടാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ എന്തെങ്കിലും വഴി നോക്കാൻ നമ്മുടെ കൂട്ടുകാരൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. എൻ്റെ വീട്ടിലെത്തുക റേഞ്ചില്ല. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാച്ച നല്ല റേഞ്ച് ഉണ്ടല്ലോ, റേഞ്ച് ഉണ്ടെങ്കിൽ അപ്പം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്കൊന്ന് പോവുക നമുക്ക്. എന്നിട്ട് ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചോക്കട്ടെ. അപ്പോൾ ചെയ്യാൻ പറ്റും, കൂട്ടുകാരൻ സമ്മതിക്കും. അപ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ ഒന്ന് വിളിച്ചോക്കട്ടെ വയസ്സ്. നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് നമ്മുടെ IBD3D നമുക്ക് എന്തായാലും അതിന് പുറത്താക്കണം. നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചിട്ടുണ്ട്. ഹലോ എടാ, നമ്മുടെ നാട്ടില് സ്കിബിലി ടോയ്ലറ്റ് അറിയില്ല, അതിന് വല്ല വഴിയുണ്ട് മാറ്റാൻ? വീടിന്റെ അടുത്തുണ്ടല്ലോ ഒരു ചാലഞ്ച് ഉണ്ട്. നിന്നെ പഴയ വീടിന്റെ അടുത്ത് ആ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കി നിനക്ക് അതിന് പുറത്താക്കാൻ പറ്റും. ഞാൻ അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് ശരി ശരി, ഞാനെന്നാ പോയി നോക്കിക്കട്ടെ. ഇവിടെ ചാലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. ശരിയാ, ഞാൻ വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് വരാം. നമുക്കൊരു ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാം. നമുക്ക് ആ ചാലഞ്ച് പോയപ്പോൾ നമ്മുടെ പഴയ വീടിന്റെ അവിടെ നമുക്ക് സ്കിബിലി ടോയ്ലറ്റിനെ മാറ്റാൻ പറ്റും. നമുക്ക് വേഗം ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പോവാം. നമ്മുടെ ചാലഞ്ച് ഇതാ തോന്നുന്നു കേട്ടോ. നമുക്ക് തന്നെയാണ് ചാലഞ്ച് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. കയറിയിട്ട് ഒന്ന് ചാലഞ്ച് കംപ്ലീറ്റ് ആക്കാം. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്, ചാലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നേരെ കംപ്ലീറ്റ് ആക്കാം. ഏതായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്കിൽ നിന്ന് നമ്മുടെ സ്കിബിലി ടോയ്ലറ്റിനെ നമുക്ക് മാറ്റിയേ പറ്റും, അല്ലാതെ പറ്റില്ല ഗൈസ്. കാരണം നമ്മുടെ ജീവൻ പോകും. അതുകൊണ്ട് നമ്മുടെ സ്കിബിലി ടോയ്ലറ്റിനെ നമുക്ക് മാറ്റിയേ പറ്റും, അത് വേണം. അപ്പോൾ നമുക്ക് നേരെ ചാലഞ്ച് കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. നമ്മളെ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുക. നമ്മളെ ഗൈസ് പേടിച്ചിപ്പോൾ വീണേനെ ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. ഇതൊന്ന് പോട്ടെന്നിട്ട് നമുക്ക് പോവാം. അല്ലെങ്കിൽ നമ്മളപ്പുറത്ത് വീഴും ഗൈസ്. നമ്മൾ കടന്നിട്ടുണ്ട്. നമുക്ക് നേരെ ഇതൊക്കെ ഒന്ന് കടക്കാം. എല്ലാവരും ലൈക്കും ഷെയറും സബും ചെയ്യണ്ട മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ വേണ്ടിയിട്ട്. പോയി. അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഈ ചാലഞ്ച് ആണ് കംപ്ലീറ്റ് ചെയ്യണ്ട. കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് സ്കിബിലി ടോയ്ലറ്റിനെ മാറ്റാൻ നമ്മുടെ ജീവൻ പോകും. നമ്മുടെ മാത്രം എൻ്റെ കൂട്ടുകാരന്മാരുടെ ഈ നാട്ടിലത്തെ എല്ലാവരും ജീവൻ പോകും. നമ്മളാണ് ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും. അതാണ് ഫ്രാങ്ക്ലിൻ. നമുക്ക് വേഗം നമുക്കൊന്ന് കടക്കാം. അങ്ങനെ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് നേരെ ലീഫ് എടുത്താണ് അറിയാതെ നമ്മൾ ഇങ്ങോട്ട് പോയിട്ടോ. ശരിക്കും വഴി തെറ്റിയതാണ്. നമ്മളെ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്. നമുക്ക് നേരെ അങ്ങോട്ട് നമുക്ക് ചെയ്യണം. നമുക്ക് നേരെ ചാലഞ്ചോട് കംപ്ലീറ്റ് ചെയ്യാം. ചാലഞ്ച് കംപ്ലീറ്റ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവിടെ പോവാം. വീണില്ല, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടേ. നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം.
നമുക്ക് ആ സ്കിബിലി ടോയ്ലറ്റിൽ പോയി നമുക്ക് നേരെ ചാലഞ്ച് ഇതും കൂടെ നമുക്ക് വീണ് നമുക്ക് ഇത് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന തോന്നുന്നില്ല ഗൈസ്. ഞാൻ നേരത്തെ കാര്യം കാണിക്കണില്ല കേട്ടോ, കാരണം നല്ല ടഫ് പറഞ്ഞാൽ നല്ല ടഫ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും സ്കിപ്പ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടി വന്നിട്ടാണ്, കാരണം അവിടെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് നേരെ ചാലഞ്ച് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് സ്കിബിലി ടോയ്ലറ്റിനെ തീർക്കാൻ പറ്റുള്ളൂ. നല്ല കഷ്ടപ്പാടായിരുന്നു, കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമുക്ക് ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. ഗൈസ് ടയറിനൊന്ന് സ്റ്റക്കായി, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വേറെ വണ്ടി എടുക്കാം, പുതിയ വണ്ടി എടുക്കാം. ടയറൊന്ന് സ്റ്റക്കായി, അതുകൊണ്ട് നമുക്ക് പുതിയ വണ്ടി അങ്ങോട്ട് എടുക്കാം. 5000 അടിച്ച് പുതിയ വണ്ടി കിട്ടും. അയ്യോ നമുക്കതെടുത്തിട്ട് നേരെ പൊടപ്പിച്ചോട് വിടാം. എന്നിട്ട് നമുക്ക് ആ ചാലഞ്ച് കംപ്ലീറ്റ് ആവാറായി തോന്നുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഗൈസ് എല്ലാവരും ഈ ചാലഞ്ച് ഒന്ന് കളിച്ച് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്തൊന്ന് കളിച്ചിട്ട്, പിന്നെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കളിക്കണവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. വീണ് നമുക്ക് അവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കടന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ചാലഞ്ച് കഴിഞ്ഞു. ടോയ്ലറ്റിനെ അവിടെ തീർക്കാം. ഓ ഗൈസ്, അങ്ങനെ നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് ആയിട്ട് രക്ഷപ്പെട്ടു ഗൈസ്. 50 ചാൻസ് ആണ് നമുക്കുള്ളത്. ഭാഗ്യത്തിൽ നമ്മൾ വീണിട്ടില്ല, കുറച്ചൊക്കെ വീണിക്കണു, നല്ല സാറില്ല, 50 വീണിട്ടില്ല. ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഗൈസ് നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് എഴുതി ചേരുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.